നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തല്ലി തോൽപ്പിച്ചിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോഴും ഒരു കുലുക്കവുമില്ല. നേതാക്കളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. തെറ്റുതിരുത്തിയാൽ പുറത്തുപോയവരെ തിരിച്ചെടുക്കാമെന്ന എം.വി. ജയരാജന്റെ അനുരഞ്ജന നിലപാടിനെ പരസ്യമായി തള്ളി കട്ടപ്പുറത്താക്കി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ രംഗത്ത്. പയ്യന്നൂരിലെ ജനപ്രിയ എം.എൽ.എ. വി. കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പാർട്ടിയെ വഞ്ചിച്ചുപോയ വർഗവഞ്ചകരാണെന്നും അവർക്കെതിരെയുള്ള കടുത്ത വിമർശനം തുടരുമെന്നുമാണ് ഗോവിന്ദന്റെ ഭീഷണി. വോട്ട് ബാങ്ക് തകർന്ന് പാർട്ടി വട്ടപൂജ്യമായിട്ടും തിരുത്താൻ തയ്യാറാകാത്ത ഗോവിന്ദന്റെ ഈ വലിയേട്ടൻ ശൈലിക്കെതിരെ CPM-ൽ വലിയൊരു വിഭാഗം അണികളും നേതാക്കളും കടുത്ത അതൃപ്തിയിലാണ്. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂരിലെ പ്രബല നേതാവ് എം.വി. ജയരാജൻ പാർട്ടിയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ പ്രസ്താവന നടത്തിയത്. തെറ്റുതിരുത്തിയാൽ ടി.കെ. ഗോവിന്ദനും വി. കുഞ്ഞികൃഷ്ണനും പാർട്ടിയിലേക്ക് തിരിച്ചുവരാമെന്നും പാർട്ടിയെ വെല്ലുവിളിച്ച് പുറത്തുപോയ എം.വി. രാഘവനെ വരെ അവസാനകാലത്ത് ചെങ്കൊടിയോട് ചേർത്തു നിർത്തിയിട്ടുണ്ടെന്നുമായിരുന്നു ജയരാജന്റെ വാക്കുകൾ. എന്നാൽ തൃശൂരിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ട ഗോവിന്ദൻ ജയരാജൻ സംസാരിച്ചത് പാർട്ടിയുടെ ഭാഗമായല്ലെന്നും ഓരോരുത്തരും ഓരോ ചാനലിൽ ഇരുന്ന് സംസാരിക്കുന്നതിന് തനിക്ക് മറുപടിയില്ലെന്നും പറഞ്ഞ് ജയരാജനെ പരസ്യമായി നാണം കെടുത്തുകയായിരുന്നു. ഗോവിന്ദന്റെ ഈ തള്ളിപ്പറച്ചിലിന് പിന്നാലെ പയ്യന്നൂർ എം.എൽ.എ. വി. കുഞ്ഞികൃഷ്ണനും CPM നേതൃത്വത്തിനെതിരെ കടുത്ത ഭാഷയിൽ ആഞ്ഞടിച്ചു. താൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് CPM ആദ്യം വ്യക്തമാക്കണമെന്ന് കുഞ്ഞികൃഷ്ണൻ വെല്ലുവിളിച്ചു. അച്ചടക്ക ലംഘനം കാണിക്കുന്നവർക്ക് നേരെ പ്രയോഗിക്കാൻ വർഗവഞ്ചകൻ, കോടാലിക്കൈ, ഒറ്റുകാരൻ തുടങ്ങിയ വാക്കുകൾ CPM-ന്റെ നിഘണ്ടുവിലുണ്ട്. താൻ പാർട്ടിക്ക് പുറത്തേക്ക് പോയതല്ല, പാർട്ടി തന്നെ പുറത്താക്കിയതാണ്. താൻ എക്കാലത്തും കമ്മ്യൂണിസ്റ്റുകാരനായി തുടരുമെന്നും തന്നെ ബോധപൂർവ്വം UDF-കാരനാക്കാൻ നോക്കേണ്ടെന്നും അദ്ദേഹം തുറന്നടിച്ചു. പയ്യന്നൂരിൽ സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് പാർട്ടി തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നുണ്ടല്ലോ എന്നും കുഞ്ഞികൃഷ്ണൻ പരിഹസിച്ചു. പാർട്ടി സെക്രട്ടറിയുടെ പരസ്യമായ ശാസന വന്നിട്ടും എം.വി. ജയരാജൻ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പാർട്ടി സെക്രട്ടറിക്ക് തന്നോട് ഒരു അതൃപ്തിയുമില്ലെന്നാണ് ജയരാജന്റെ അവകാശവാദം. ഗൗരിയമ്മയും എം.വി. രാഘവനും തെറ്റുതിരുത്തിയതുകൊണ്ടാണ് അവസാനകാലത്ത് ചെങ്കൊടിയോടൊപ്പം ചേർന്നത്. ശത്രുപാളയത്തിലെത്തിയ വിമത MLA-മാർക്ക് തെറ്റുതിരുത്താനുള്ള വലിയൊരവസരമാണിതെന്നും വിഴിഞ്ഞം വിഷയത്തിലും PM ശ്രീ പദ്ധതിയിലും UDF സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ പ്രതികരിക്കാൻ ഇവർ തയ്യാറുണ്ടോ എന്നും ജയരാജൻ ചോദിക്കുന്നു. അതേസമയം പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പതിവ് പോലെ VD സതീശൻ സർക്കാരിനെതിരെ വിഴിഞ്ഞം അഴിമതി ആരോപണം ഉയർത്താനാണ് M.V. ഗോവിന്ദൻ ശ്രമിക്കുന്നത്. വിഴിഞ്ഞത്ത് MSC കമ്പനിയുമായി മുഖ്യമന്ത്രി വലിയ ഡീലുണ്ടാക്കിയിരിക്കുകയാണെന്നും കരാർ ഉടൻ റദ്ദാക്കണമെന്നുമാണ് ഗോവിന്ദന്റെ ആവശ്യം. കരാർ വിഷയത്തിൽ രാഹുൽ ഗാന്ധി മറുപടി പറയണമെന്നും വിഴിഞ്ഞം കരാറിലൂടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ സതീശന്റെ പോക്കറ്റിലേക്കാണ് എത്തുന്നതെന്നും ഗോവിന്ദൻ ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് CPM-നുള്ളിൽ പുകയുന്ന ഗ്രൂപ്പ് പോര് വെറും മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞൊതുക്കാനാണ് പാർട്ടി സെക്രട്ടറി നോക്കുന്നത്. നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി CPI ഉയർത്തുന്ന കലാപത്തെയും ഗോവിന്ദൻ തള്ളിക്കളഞ്ഞു. മുൻകാലങ്ങളിലെല്ലാം ഈ പദവികൾ CPM-ന് തന്നെയായിരുന്നു എന്നാണ് ഗോവിന്ദന്റെ വാദം. ചുരുക്കത്തിൽ മുന്നണിയിലെ ഘടകകക്ഷികളെയോ പാർട്ടി വിട്ടുപോയ ജനപ്രിയ നേതാക്കളെയോ വിശ്വാസത്തിലെടുക്കാതെ തോറ്റിട്ടും പഠിക്കാത്ത ഭാവവുമായി മുന്നോട്ടു പോകുന്ന M.V. ഗോവിന്ദന്റെ തൻപ്രമാണിത്വം CPM-നെ കൂടുതൽ പടുകുഴിയിലേക്ക് നയിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.